സന്തോഷം അളക്കേണ്ടത് അക്കങ്ങൾ കൊണ്ടല്ല എന്ന് ചലച്ചിത്ര താരം രമേശ് പിഷാരടി. പുതുതലമുറയോട് കംഫർട്ട് സോൺ വിട്ട് പുറത്തു വരാൻ പറയുന്നവർ ദിശാബോധം കൂടി നൽകണം. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഫ്യൂച്ചർ സമ്മിറ്റിൽ സംസാരിക്കുകയായിരുന്നു രമേശ് പിഷാരടി. ചിരിയും ചിന്തയും ഒരുപോലെ പടർത്തിയ അരങ്ങായിരുന്നു ചിരിക്കാം ചിന്തിക്കാമെന്ന രമേശ് പിഷാരടിക്കൊപ്പമുള്ള ചർച്ചാവേദി. യോലോ അഥവാ നിങ്ങൾക്കുള്ളത് ഒരേയൊരു ജീവിതമെന്ന ആശയത്തെ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ച. ജീവിതത്തിൽ സന്തോഷം നേടാൻ വലിയ സൂത്രവാക്യങ്ങളില്ല എന്നത് ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞുകൊടുക്കുകയായിരുന്നു നടനും സംവിധായകനും കൊമേഡിയനുമായ രമേശ് പിഷാരടി. ഡിജിറ്റൽ ലോകത്ത് സന്തോഷത്തിന്റെ അളവ് സമൂഹമാധ്യമങ്ങളിലെ ലൈക്കും ഷെയറും ആശ്രയിച്ചായി പോയെന്നും കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി ഫ്യൂച്ചർ സമ്മിറ്റിൽ അദ്ദേഹം പറഞ്ഞു. നമ്മൾ നോർമലാണെങ്കിൽ ഹാപ്പിയാണെന്നും മറ്റെന്തെങ്കിലും വഴി ലഭിക്കുന്ന സന്തോഷം ആസ്വദിക്കാൻ പഠിക്കണമെന്നും പിഷാരടിയുടെ വാക്കുകൾ. നിങ്ങൾക്ക് സോഡിയത്തിന്റെ കുറവുണ്ട്, നിങ്ങൾക്ക് എന്ത് കൂടിയാലും കുറഞ്ഞാലും അളന്നാൽ കിട്ടും. പക്ഷേ എനിക്ക് അസൂയുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അളക്കാൻ ഒരു അക്കം കിട്ടുകയില്ല. അവൻ ഭയങ്കര കുശുംബനാന്ന് പറഞ്ഞു. നിങ്ങൾക്കിത് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഈ പ്രശ്നം സന്തോഷത്തിനുണ്ട്. സന്തോഷം, നമ്മൾ എത്രമാത്രം സന്തുഷ്ടരാണ്, നമ്മൾ എന്ത് ഹാപ്പിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലാത്തത് കൊണ്ട് നമ്മളിത് ആയിട്ടില്ല എന്ന് വെറുതെ വിചാരിക്കുകയാണ്. സത്യത്തിൽ രാവിലെ എണീറ്റ് വെറുതെ വെള്ളം കുടിച്ച് ചായ കുടിച്ചിരിക്കുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ആവശ്യമില്ല, അത് കുഴപ്പത്തിലായാലേ ഇതിന്റെ വില നമുക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ നോർമൽ ആണെങ്കിൽ നിങ്ങൾ ഹാപ്പിയാണ്. അസൂയയ്ക്കും കുശുമ്പിനും അളവില്ല എന്നതുപോലെ സന്തോഷത്തിനും അളവുകളില്ല എന്ന് പറഞ്ഞ പിഷാരടി സമൂഹമാധ്യമങ്ങളിൽ കാണുന്ന മോട്ടിവേഷൻ വീഡിയോകളെയും വിമർശിച്ചു. മാധ്യമപ്രവർത്തകനായ ജയമോഹനനായിരുന്നു ചർച്ചയുടെ മോഡറേറ്റർ. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.